പകർച്ചപ്പനി രൂക്ഷമായ സമയത്ത് വിദേശ പര്യടനം നടത്തിയ ശേഷം നിയോജക മണ്ഡലത്തിൽ പകർച്ചപ്പനി ബാധിച്ച് മരണം സംഭവിച്ചിട്ടും നടപടികൾക്ക് നേതൃത്വം കൊടുക്കാൻ സ്ഥലത്തില്ലാതിരുന്ന എംഎൽഎ അവലോകന യോഗം വിളിച്ചു ചേർക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എംഎൽഎ വിളിച്ചു ചേർത്ത യോഗത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങിയത്. ശനിയാഴ്ച രാവിലെ കടുത്തുരുത്തി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു മോൻസ് ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചുയർത്തിയിരുന്നത്. ഈ യോഗം അംഗീകരിക്കാൻ കഴിയില്ലെന്നും യോഗം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും ഈ നിലപാടുകളെ ജനകീയമായി എതിർക്കുമെന്നും മുദ്രാവാക്യമുയർത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സമ്മേളനവേദിയിലേക്ക് എത്തിയത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ.സി. പ്രശാന്ത്, എം.ആർ. രാജീവ്, ആർ. ജയപ്രസാദ്, ബിബിൻ കാരിക്കോട്, വിനോദ് തോമസ്, അമീഷ് അഷറഫ്, ഗോപു രാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രവർത്തകർ മുദ്രാവാക്യങ്ങളും കൊടികളുമായി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയത്. സ്ഥലത്തെത്തിയ കടുത്തുരുത്തി സിഐയുടെയും കടുത്തുരുത്തി എസ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാരെ തടഞ്ഞ് പിന്തിരിപ്പിച്ച് അയക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയം വിഫലമായി. ഇതിനിടയിൽ പ്രതിഷേധക്കാരും പോലീസുമായി നേരിയ ഉന്തും തള്ളും ഉണ്ടാകുകയും ചെയ്തു. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ഇതിനോടകം പകർച്ചപ്പനി ബാധിച്ച് 11 പേർ മരിച്ചിരുന്നെന്നും ഈ സമയങ്ങളിലെങ്ങും എംഎൽഎ സ്ഥലത്തില്ലായിരുന്നുവെന്നും പ്രതിഷേധക്കാർ ആരോപണമുന്നയിക്കുന്നത് കേൾക്കാമായിരുന്നു. സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് രംഗം ശാന്തമായത്. Police